ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്നിട്ട് കെട്ടിയവന്റെ വീട്ടിലേക്ക് ചെന്ന് അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ ആമിനെ പ്രസവിച്ചു. എന്തൊക്കെ ചേട്ടൻ എനിക്ക് ഇരിപ്പറക്കാണ്ട് ഞാൻ പിന്നെ അവരെ കാണാൻ വേണ്ടി വീണ്ടും വന്നു. അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണെങ്കിൽ ഒരാൾ ടാങ്കിനകത്ത് കയറുന്നോട്ട് സ്ഥാനാർത്ഥിനെ പോലെ കൈപൊക്കി കാണിക്കും. ഞാൻ പിന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള 2 സ്ത്രീജനങ്ങൾ നൈസായിട്ട് അടുക്കളയിൽ നിന്ന് പൊരിക്കൽ കരിക്കാനുള്ള പരിപാടികളിൽ നിന്ന് ഒഴിവാകും. ഞാൻ പിന്നെ നേരെ ഡ്യൂട്ടിക്ക് കയറിയിട്ട് ആദ്യം തന്നെ പഴംപൊരി ഉണ്ടാക്കി വെച്ച്. അതാവുമ്പോൾ എഫേർട്ട്ലെസ്സും സിമ്പിളും ആണ്. ഇതിപ്പോ സ്വന്തമായിട്ട് വേപ്പിലമരം ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് തറവാട്ടി ചെന്നപ്പോഴാണ് ഉമ്മാര് പുതിയ റോക്കറ്റ് അടുപ്പ് കണ്ടത്. ഇതാവുമ്പോൾ വില തുച്ഛം, ഗ്യാസ് ലാഭം. നോമ്പങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ കട്ലറ്റ് സമൂസ ഇതൊക്കെ തന്നെ. പിന്നെ ഇന്ന് എന്തോ വ്യത്യസ്തമായിട്ട് എനിക്ക് പരിപ്പട് കഴിക്കാൻ പോകുന്നു. എന്തെങ്കിലും പിന്നെ ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ പരിപ്പട് തന്നെ ഉണ്ടാക്കി അടുക്കളയിൽ പണിയൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ എന്റെ മോളെ അന്വേഷിച്ചപ്പോ കണ്ട കാഴ്ചയാണ്. അവിടെയാണെങ്കിൽ അവളെ 8ന്റെ 16ന്റെ പണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായി. അവളെ പിന്നെ കുളിപ്പിച്ചെടുക്കാൻ പറ്റ ഒരു പാടി. തിരിച്ചെന്നപ്പോ രണ്ടുപേരും കൂടെ പൂച്ചനത് ഊഞ്ഞാലാട്ടൻ. ജ്യൂസ് പിന്നെ എന്റെ അനിയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ അകത്തേക്ക് കൈ കടത്തൂല. മറുഭാഗത്താണെങ്കിൽ ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ഡിഷ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിന്റെ പണികളാണ്. ഇല്ലെങ്കിൽ ഇന്നത്തെ നോമ്പ് റാഹത്തായിട്ട് തുറന്നതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴത്തേക്കും താളെപ്പോലെ പോണ്. അത് കണ്ടെങ്കിൽ ആഹ്ലാദ അർമാദിപ്പിലാണ് എന്റെ മോള്.